ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സിൻ്റെ റീഡിംഗ് ആണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഞാൻ വീഡിയോ ചെയ്യണ സമയത്ത് 69% ആൾക്കാരും പറഞ്ഞത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റീഡിംഗ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് 4 പൈൽസ് ആണ്, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ആണ് വയ്ക്കുന്നത്. അതിൽ 4ലും ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എന്താണോ, ജനന തീയതി എന്താണോ, അത് നിങ്ങൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ 1 to 4 എന്നുള്ളതിൽ നിന്നിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡിംഗ് കാണാവുന്നതാണ്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്ലിപ്സ് വന്നിട്ട് മാർച്ച് 25 നടക്കുന്നത്. ഓക്കെ, വെസ്റ്റേൺ ആസ്ട്രോളജി പ്രകാരം ലിബ്ര സൈനിലാണ്, നമ്മളുടെ വേദിക് ആസ്ട്രോളജി പ്രകാരം വെർഗോ സൈനിലാണ് വരുന്നത്. അപ്പോൾ ഈ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കോഴ്സ് കറക്ഷനാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ റോങ് പാത്തിലാണ് പോകുന്നത്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടവർ മൂവ്മെൻറ്റ്, അവിടെ ഒരു ചാലഞ്ച് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇല്യൂഷനിൽ നിന്നിട്ട് നിങ്ങളെ മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു പ്യൂരിഫിക്കേഷൻ്റെ എനർജിയിലോട്ടാണ് ഈ എക്ലിപ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ചാലഞ്ചിങ് പീരീഡ്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി വിഷമങ്ങൾ, ടവർ മൂവ്മെൻറ്റ്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ചില അടികൾ, അതെല്ലാം നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളതിനെ സ്പിരിച്വൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ എവല്യൂഷനാണ് നടക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ മെയിനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാർമിക് സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് സൈക്കിളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് എൻഡായിട്ട് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. കാരണം April 8 വന്നിട്ട് സോളാർ എക്ലിപ്സ് ആണ് വരുന്നത്. ഓക്കെ, ന്യൂ മൂൺ പീരീഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് കോഴ്സ് കറക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെയാണോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, എന്തെല്ലാം ഇല്യൂഷൻ മായയിലാണോ ഞാനിരിക്കുന്നത്, അതെല്ലാം ഡിസ്ട്രക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ഒരു ബെറ്റർ വേർഷൻ ആക്കാനായിട്ട് യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ചാലഞ്ചസ് വരണ സമയത്ത് നിങ്ങൾ പേടിക്കാതിരിക്കുക. ടൈം വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു 10 to 3 ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരും ആ ടൈമിൽ എന്താ പറയുക, പുറത്തായിരിക്കും, വർക്കിംഗ് ആയിരിക്കും, നമ്മളുടേതായ ഡ്യൂട്ടിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ടൈം പീരീഡാണ്. മെയിനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ടൈം പീരീഡിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ചേഞ്ച് എഫക്റ്റ് വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി സംഭവിക്കത്തില്ല. ഇനി വരുന്ന മന്ത്സിൽ അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് നാൾ നീണ്ടു നിൽക്കും. പ്രത്യേകിച്ചും അടുത്ത സോളാർ എക്ലിപ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറച്ച് നാളുണ്ടാകും. ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ്, ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ എഫക്ട്സ് കുറച്ച് നാൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് കാർഡ്സ് നോക്കാം, എങ്ങനെയാണ് കളക്റ്റീവ് ലെവലിൽ ഈ ഒരു ലൂണാർ എക്ലിപ്സ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. 4 പൈൽസ് ഉണ്ടാവും, അത് ഞാൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ കളക്റ്റീവ് എനർജി നോക്കാം. ഓക്കെ, ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളുടെ ലൈഫിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് നോക്കാം. ഈ പോർട്ടൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് കളക്റ്റീവ് ലെവലിൽ. താങ്ക് യു. ഓക്കെ, ഇവിടെ 2 കാർഡാണ് വന്നേക്കുന്നത്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ അക്വേറിയസ്, ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സാജിറ്റേറിയസ്. ഇവിടെ വന്നിട്ട് ഇവിടെ ടൈഗേഴ്സ് ആയിട്ട് ക്രിസ്റ്റലും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ ഒത്തിരി പേഷ്യൻസിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ്, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാനായിട്ടാണ് ഈ ഒരു ടൈമിൽ പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എക്ലിപ്സ് വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി, കുറച്ച് പേർക്ക് ഇത് പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റിലെ റിലേഷൻഷിപ്സ്, ഓൾഡ് മെമ്മറീസ്,
അതെല്ലാം ചിലപ്പോൾ ഓവർകം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് റീതിങ്ക് ചെയ്യേണ്ട ടൈം പീരീഡാണ്. ചിലപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ഈ ഒരു സമയത്ത് ഒത്തിരി ട്രിഗർ ചെയ്യാനായിട്ട് നിങ്ങളുടെ പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുണ്ടാകാം ഈ ഒരു ടൈമിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ കണക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പുതിയ ഐഡിയാസ് വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ട്രിഗേഴ്സ് വരുന്നുണ്ടാകാം, പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് നടത്തുന്ന ആ ഒരു സൈഡ് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ റീതിങ്ക് ചെയ്ത് ആലോചിച്ച് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് വന്നിട്ട് ചിലപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ആ ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രിഗേഴ്സ് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ എന്താ പറയുക, ആ ഒരു ലെവലിലോട്ട് നിങ്ങളെ ചിലപ്പോൾ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബാലൻസ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്പിരിച്വൽ ടീം, യൂണിവേഴ്സിനെ, നിങ്ങൾക്കൊക്കെ ചുറ്റും നടക്കുന്ന എനർജി, അതെല്ലാം നിങ്ങൾ ആ ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് കാണാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ നോളേജ് ചിലപ്പോൾ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. അവിടെ എന്താ പറയുക, നിങ്ങളുടെ അറിവുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുക. ചിലപ്പോൾ ആ ടെസ്റ്റിങ്ങിൽ കൂടെ നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലീഗൽ മാറ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അവിടെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വേൾഡായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. ഇൻ്റർനാഷണൽ ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അപ്പോൾ ഈ സമയത്തെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്, ബാക്കിൽ വന്നിട്ട് ന്യൂ മൂൺ ഇൻ ലിയോ ഷൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്തെല്ലാം നിങ്ങളുടെ മെച്യൂർ സൈഡ് നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുക. മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടികൾ, ഗ്രാൻഡ് കിഡ്സ്, അവരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, പോസിറ്റീവ് സൈഡ് നോക്കിക്കാണാനായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിൽ ഈശ്വരനോട് നന്ദി പറയാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം നോക്കാം. കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം നോക്കാം. താങ്ക് യു. ഇമാജിനേഷൻ, I embrace and nourish the creative aspect of my life. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇമാജിനേഷൻ പവർ, നിങ്ങളുടെ വിഷണറി പവർ, ഓക്കെ, അത് നിങ്ങളോട് വൈസായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടി, എന്തെങ്കിലുമൊക്കെ ഭയം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഒത്തിരി ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ പോകുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭയം, എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഭയം, അതെല്ലാം കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ട്രൂത്ത്, അഗെയിൻ സത്യം, നീതി, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. താങ്ക് യു. ഡൗട്ട്, ഐ റിലീസ് ദ നീഡ് ടു നോ ഓൾ ദ ആൻസേഴ്സ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളുടെ ആൻസേഴ്സ്, ഉത്തരം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടണം എന്നില്ല. ചിലപ്പോൾ ഇനി മുന്നോട്ട് എന്താണ്, ഇനി ഡയറക്ഷൻ എന്താണ്, ചിലപ്പോൾ കുറച്ച് പേർക്ക് സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാകാം. ആൻസേഴ്സ് ലഭിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. പക്ഷേ ആ സമയത്തെല്ലാം നിങ്ങളുടെ ട്രൂത്തിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സത്യസന്ധത, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്. ആ ഒരു എനർജിയാണ്. താങ്ക് യു.
കോൺഷ്യസ് ലെവലിൽ, കളക്റ്റീവ് കോൺഷ്യസ് ലെവലിൽ എന്ത് ഷിഫ്റ്റാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ടൈം പീരീഡിൽ എന്ത് കാര്യങ്ങളാണ് എൻഡ് ആകുന്നത്, എന്ത് ഷിഫ്റ്റാണ് സംഭവിക്കുന്നത് നോക്കാം ഈ ഒരു ടൈം പീരീഡിൽ. താങ്ക് യു. Ice Cube, ideas preserved, non-action, entitlement. Okay. കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഒരു അവേക്കനിങ് ഫേസിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി എനർജറ്റിക് അപ്ഗ്രേഡ്സ് കോൺഷ്യസ് ലെവലിൽ സംഭവിക്കുന്നതാണ്. ഒത്തിരി പേരുടെ എനർജി ഇവിടെ റൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു പുതിയ രീതിയിൽ കാര്യങ്ങളെ കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ എനർജിയിൽ കൂടെയാണ് കുറച്ച് പേര് കടന്നു പോകുന്നത്. കാരണം ഇവിടെ ഐസ് വന്നിട്ട് കുറച്ച് പേര് സ്ലീപ്പിംഗ് മോഡിലായിരുന്നു. എല്ലാവരുടെയും ആ ഉള്ളിലെ ആ ഒരു ലൈറ്റ്, ആ ഒരു എനർജി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് വന്നിട്ട് അത് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു ടൈം പീരീഡ്, ഒത്തിരി അവേക്കനിങ് സ്റ്റേജസിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ റിവീലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് നമ്മളുടെ മനസ്സിൽ തന്നെയുള്ള ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഓൾഡ് പാറ്റേൺസ് ആയിരിക്കാം, സത്യങ്ങളായിരിക്കാം. ഒത്തിരി ട്രൂത്ത്സ്, സത്യങ്ങൾ മുന്നിലോട്ട് വരുന്നതായിട്ട്, റിവീലായിട്ട് വരുന്നതായിട്ട് എനിക്കിവിടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കളക്റ്റീവ് ലെവലിൽ ഒരു ദിശാബോധം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻറ്റൻഷൻ, എവിടെയാണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് പാതയിലാണ് ഞാൻ സഞ്ചരിക്കേണ്ടത്, കുറച്ച് പേർക്ക് എന്ത് കാര്യങ്ങളോടാണ് ഞാൻ ഡിറ്റാച്ച് ചെയ്യേണ്ടത്, എനിക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങളിൽ, എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ യൂസ് ആകാത്ത കാര്യങ്ങളിൽ എന്ത് ഡിറ്റാച്ച്മെൻ്റ് ആണ് ഞാൻ കൊണ്ടുവരേണ്ടത്, വിട്ടു നിൽക്കേണ്ടത്, അതിലെല്ലാം കുറച്ചൊരു അവേക്കനിങ് പ്രോസസ്സിൽ കൂടെ കുറച്ച് പേര് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നതാണ്. ഓക്കെ. കുറച്ച് പേരുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, നോളേജ്, അതിലെല്ലാം ഗ്രോത്ത് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഈ ഒരു സമയം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ വന്നിട്ട് വെൽ വാച്ചർ, വിസ്ഡം, പവർ ഓഫ് ഡിവൈൻ. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ്, ഒത്തിരി മഹാലക്ഷ്മിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി അറിവുകൾ വരുന്നതായിട്ട്, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, പുതിയ രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു എനർജി, പവർ ഓഫ് ദ ഡിവൈൻ, ഈശ്വരൻ്റെ ആ ഒരു ശക്തി കുറച്ച് പേർക്ക് തിരിച്ചറിയുന്നതാണ്. കുറച്ച് പേര് കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് മാറുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ആയിരിക്കാം. നിങ്ങളുടെ ഉറങ്ങിക്കിടന്ന ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, അതെല്ലാം അവേക്കനിങ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതായിട്ടും കളക്റ്റീവ് ലെവലിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ, നിങ്ങളല്ല, കളക്റ്റീവ് ലെവലിൽ ഒത്തിരി അധികാരമോഹം അത് വച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനോടെല്ലാം നിങ്ങൾക്ക് ആ ഒരു എനർജിയോടെല്ലാം കുറച്ചൊരു ഡിറ്റാച്ച്മെൻറ്റ് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ആ സ്പിരിച്വൽ എനർജി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. അധികാരം, ആ ഒരു കൺട്രോളിങ് പവർ, അതിനെല്ലാം ഉപരി ഒരു പവർ ഉണ്ട്. അത് കുറച്ച് പേര് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കളക്റ്റീവ് ലെവലിൽ വിശ്വസിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു കാർഡും കൂടെ നോക്കാം. കളക്റ്റീവ് ലെവലിൽ എന്ത് ഷിഫ്റ്റാണ് സംഭവിക്കുന്നത് ഈ ഒരു ലൂണാർ എക്ലിപ്സ്? താങ്ക് യു. Soul family, call in your tribe. You don't have to do it alone. കണ്ടോ ബാക്കിൽ അവേക്കനിങ്, എനർജറ്റിക് അപ്ഗ്രേഡ്സ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു അവേക്കനിങ് സ്റ്റേജിൽ കൂടെ പോകുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോൾ ഫാമിലിയെ മീറ്റ് ചെയ്യാനായിട്ട്, അവരുമായിട്ട് ചേർന്ന് പല കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലും സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആയിരിക്കാം, കളക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ. ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട്, ഭൂമിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, അതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് ഒത്തുചേരുന്നതായിട്ടും ആ ഒരു എനർജിയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പ്ലേഫുൾ എനർജി, ഒത്തിരി ഹാപ്പി എനർജി, ഒത്തിരി നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, നമ്മളുടെ എനർജറ്റിക് വൈബ്രേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അവരുമായിട്ട്
കൂടിച്ചേർന്ന് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ഈ ഒരു സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാകാം. അപ്പോൾ കറക്റ്റ് സോൾ ട്രൈബിനെ മീറ്റ് ചെയ്യാനായിട്ട് സോൾ ഫാമിലി ആയിട്ടുള്ള കണക്ഷൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർമിക് സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് ഒരു ഷിഫ്റ്റ് ആ ഒരു എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കളക്റ്റീവ് ലെവലിൽ, ഓക്കെ, കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഒത്തിരി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടും അവൈലബിൾ ആണ്. ഒത്തുചേർന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജി. ഇനി നമുക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങൾ പൈൽ സെലക്ട് ചെയ്യുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ലൂണാർ എക്ലിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ബർത്ത് ഡേറ്റ് വന്നിട്ട് 1/17/5/21, 9/25, 13/29. ഓക്കെ, ഈ ജനന തീയതികളാണ്. ഇൻ കേസ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടല്ലെങ്കിൽ ഇത് പൈൽ നമ്പർ 1 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം പൈൽ നമ്പർ 1. താങ്ക് യു. Thank you. Pile number 1. Thank you. Emotions are running high. Personal issue reaches resolution. Surrender to the divine. Take time to breathe out. Bring love into the situation. New moon in Aquarius ആണ് വന്നിരിക്കുന്നത്. ബാക്കിൽ വന്നിട്ട് luck is on your side. New moon in Sagittarius. ഇവിടെ വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ, എക്ലിപ്സ് ടൈമിൽ കുറച്ച് പേർക്ക് ഡിവൈൻ പ്ലാൻ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഹയർ പവറിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ഇൻറ്റേർണൽ ട്രിഗേഴ്സ് ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഹയർ പവറിനെ, നിങ്ങളുടെ ഹയർ സെൽഫിനെ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക, സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കാനായിട്ടാണ് ഈ ഒരു സമയം പറയുന്നത്. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ സ്നേഹം കൊണ്ടുവരാനായിട്ട്, കമ്പാഷൻ കൊണ്ടുവരാനായിട്ട്, ഒരു കൺസിഡറേഷൻ, അതിനൊക്കെ ചെറിയ ഒരു തടസ്സങ്ങൾ, ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. ഓക്കെ, കുറച്ച് പേര് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടവർ മൂമെൻറ്റ്സ്, എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഷോക്ക് ചെയ്യുക. ടവർ മൂമെൻറ്റ്സ് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ സഡൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്കൊരു ഷോക്ക്, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആ ഒരു എനർജി കൂടെയും കുറച്ച് പേര് ഈ ഒരു ടൈം പീരീഡിൽ കടന്നു പോകേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ പേടിക്കാതിരിക്കുക. ആ എനർജീസ് എല്ലാം നിങ്ങളെ എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഇല്യൂഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ വിസ്ഡം കണ്ടെത്താനായിട്ടും പറയുന്നുണ്ട്. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് ലേൺ ചെയ്യാനായിട്ട് സാധിച്ചു അത് നിങ്ങളോട് ഈ ഒരു സമയത്ത് കുറേ കൂടെ ഉൾക്കൊള്ളാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്.
കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് ചിലപ്പോൾ ലീഗൽ മാറ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കോർട്ട് കേസ്, എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നടക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഹയർ നോളേജാണ്, നമ്മളുടെ ബുദ്ധിശക്തി, നമ്മളുടെ ഇൻ്റലിജൻസ്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ്, കഴിവുകൾ, അതൊക്കെ കുറച്ച് പേർക്ക് ചാലഞ്ചിങ് ആയിട്ട് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പാഷൻ, സ്നേഹം, ആ ഒരു എനർജിയിൽ നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇവിടെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രിഗേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് പോസിറ്റീവ് സൈഡിലോട്ട് പോകാം. ഓക്കെ, പോസിറ്റീവ് സൈഡിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ക്യാൻസർ വന്നിട്ട് ഹോം, ഫാമിലി, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പേടിയുണ്ട്, ഭയമുണ്ട്, എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ, എന്തെങ്കിലുമൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മദറിൻ്റെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് കുറേ കൂടെ ബാലൻസിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഒത്തിരി വർക്കിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ എവിടെയാണ് ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് പാസ്റ്റിൽ കുറേ നാളായിട്ട് ഒരു കൺഫ്യൂഷനിലിരിക്കുന്നുണ്ടാകാം. ഞാൻ ഏത് ഗ്രൂപ്പിലാണ് ബിലോങ് ചെയ്യുന്നത്, ആരാണ് എൻ്റെ സ്വന്തം, ആ ഒരു എനർജിയിൽ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഹോപ്പ് സിക്നെസ് ആയിരിക്കാം. ഓക്കെ, അതിലെല്ലാം കുറച്ചും കൂടെ ഒരു ബാലൻസും ഈ ഒരു എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഇവിടെ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ വന്നിട്ട് നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുക, എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലിരിക്കുക, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ റീസ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ വീട് മോടി പിടിപ്പിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനായിട്ടായിരിക്കാം, ഹോം ചേഞ്ച് ചെയ്യാനായിട്ട്, സെല് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ അസറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ എന്താ പറയുക സ്വത്ത്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ ഒത്തിരി ഇമോഷൻ വൈസ് നിങ്ങളെ ഒത്തിരി എന്താ പറയുക ഒത്തിരി ടെൻഷൻ, ആങ്സൈറ്റി അതിലൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു എന്താ പറയുക ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സണൽ ഇഷ്യൂ ഇവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്കിത് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയും ആകാം. പാർട്ട്ണറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അത് കുറച്ചൊന്ന് ഹീലിങ്ങിലോട്ട് വരാനായിട്ട്. കുറച്ച് പേർക്കിത് ഓപ്പൺ എനിമീസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ചും കൂടെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, Knight of Voices, Knight of Swords, 8 of Emotions, 8 of Cups, Ace of Swords. കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ മൈൻഡ്. ബാക്കിൽ വന്നിട്ട് മൂണിൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ചും കൂടെ ഈ ഒരു ഏസ് ഓഫ് സോഡ്സിൽ വന്നിട്ട് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ മൈൻഡിൽ, നിങ്ങളുടെ മൈൻഡിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരുന്ന എനർജീസ് എല്ലാം കുറച്ച് പേർക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പേജ് ഓഫ് മെറ്റീരിയൽസ് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അസറ്റ്സ്, നിങ്ങളുടെ ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അതിനൊരു സൊല്യൂഷൻ, അതിനൊരു ആൻസർ, ആ ഒരു എനർജി ഇവിടെ ബാലൻസിലോട്ട് വരുന്നതാണ്. എഗെയിൻ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ എനർജിയിലിരിക്കാനായിട്ട്, നിങ്ങൾക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു
ബാലൻസ് കൊണ്ടുവരാനായിട്ട്, പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ നൽകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, കുറച്ച് പേർക്ക് ഫേക്ക് പേഴ്സണാലിറ്റി ആയിരിക്കാം. അങ്ങനത്തെ വ്യക്തികളെ കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അത് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അത് കുറച്ച് പേർക്ക് ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സിലും വന്നിട്ട് ഒത്തിരി മെൻ്റൽ എനർജി, മെൻ്റൽ സ്റ്റേറ്റിലുള്ള കോൺഫ്ലിക്റ്റ്, ഒത്തിരി കൺഫ്യൂഷൻസിൻ്റെ എനർജിയാണ്. അതെല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് കിടക്കുന്ന സമയത്ത്, ഇത് വന്നിട്ട് ഉടനെ നടക്കുന്ന എനർജിയല്ല, ഇത് നിങ്ങൾ മുന്നോട്ട് പോണ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും ഒരു നാച്ചുറൽ ഓർഡറിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്തിൻ മന്ത്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല സിറ്റുവേഷനും ഒരു നാച്ചുറൽ ഓർഡറിൽ, ഒരു കാർമിക് ബാലൻസ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവൈനെ നിങ്ങൾ വിശ്വസിക്കുക, ഹയർ പവറിൽ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുക. മുന്നോട്ട് വരണ സമയത്ത് ഡിവൈൻ ഓർഡറിൽ നിങ്ങളുടെ ലൈഫിൽ പല സംഭവങ്ങളും നടക്കുന്നതാണ്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. താങ്ക് യു. ടൈൽ നമ്പർ 1ൻ്റെ ലൈഫിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു എക്ലിപ്സ് എനർജി കൊണ്ടുവരുന്നത്? സോളാർ എക്ലിപ്സ് എന്ത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് പൈൽ നമ്പർ 1ൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നത്? താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഈ കാർഡ് എടുക്കാൻ പറയുന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് മിൻടാക്കൻ, ലോങ്ങിങ് ഫോർ ഹോം, ബിലോങ്ങിങ് ദ ഒറിജിനൽ ലൈറ്റ് വർക്കേഴ്സ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾ എവിടെയാണ് ബിലോങ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടത്, അതിലൊരു ക്ലാരിറ്റി, അതിലൊരു വ്യക്തത ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. എപ്പോഴും ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക, ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ചാലഞ്ചസിൽ കൂടെ നിങ്ങൾ പോകുമ്പോഴാണ് വ്യക്തത വരുന്നത്. ആരാണ് ഫ്രണ്ട്, ആരാണ് കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കിലും വന്നിട്ട് ഇവിടെ ട്രസ്റ്റ് ദ നിഗിളാണ് വന്നേക്കുന്നത്. വാട്ട് ഈസ് ദ നിഗ്ലിംഗ് ഫീലിംഗ് ട്രൈങ് ടു ടെൽ യു? ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഗട്ട് ഫീലിംഗ് തോന്നിയിട്ടുണ്ടാകാം പല ആൾക്കാരെ കുറിച്ചിട്ട്, പല എനർജീസിനെ കുറിച്ചിട്ട്. ഓക്കെ, അത് കുറേ കൂടെ നിങ്ങൾ ഈ ഒരു സമയത്ത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ വിസ്ഡം ട്രസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ എനർജി ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേര് ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ ലൈറ്റ് വർക്കേഴ്സ് ഉണ്ടാകാം. ലൈറ്റ് വർക്കേഴ്സ് പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ലൈറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എനർജിയാണ്. അത് പല ലെവലിലാണ് ആ ഒരു ലൈറ്റ് വർക്ക് എനർജി നടക്കുന്നത്. കുറച്ച് പേർക്ക് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങളുടെ ലൈറ്റ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഡീപ്പ് ഹീലിങ്ങിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹോം, ഫാമിലി അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ്, ചുറ്റുപാടുകൾ, അവിടെയെല്ലാം എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ, അവിടെ ഒരു ഹീലിംഗ്, റിലേഷൻഷിപ്പിൽ ഒക്കെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏത് എനർജിയിലിരുന്നാൽ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആണെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. താങ്ക് യു. ഇവിടെ വന്നിട്ട് ഹാൻഡ്മാൻ ആണ്. കുറച്ചും കൂടെ റെസ്റ്റ് ആൻഡ് റിപ്പയർ, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, ആവശ്യത്തിന് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ബിസിയായി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ ഹോം, ഫാമിലി. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
ആ ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കുറച്ചും കൂടെ എഗെയിൻ ഇവിടെ എന്താ പറയുക, എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്, അവെയർനെസ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതും ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. എഗെയിൻ ഇവിടെ റിലേഷൻഷിപ്പിലൊരു ബാലൻസ്, ഹീലിങ്ങിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്കത് നിങ്ങളുടെ അസറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മണി അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെയും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ റീതിങ്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് ലാഭം ലഭിക്കുന്നത്, ഗെയിൻ ലഭിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. എക്ലിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ജനന തീയതി വന്നിട്ട് 2, 6, 10, 14, 18, 22, 26, 30. ഓക്കെ, ഈ ഡേറ്റ്സ് ആണ്. നിങ്ങൾ ഡേറ്റ് വെച്ചിട്ടല്ല ഈ റീഡിംഗ് സെലക്ട് ചെയ്തതെങ്കിൽ ഇത് പൈൽ നമ്പർ 2 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2. Thank you. Thank you. Meditate and contemplate new moon in Pisces. A time to give rather than take. Your commitment is being tested. You are good enough. രണ്ടും നിങ്ങൾക്ക് വർഗമാണ് വന്നേക്കുന്നത്. Believe in the impossible. Blue moon. ബാക്കിൽ വന്നിട്ട് end of a tough cycle approaches. Full moon in Capricorn. ഇവിടെ വന്നിട്ട് ഈ ഒരു ലൂണാർ എക്ലിപ്സ് ടൈമിൽ മെയിനായിട്ട് പ്യൂരിഫിക്കേഷൻ്റെ എനർജിയാണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യുക, ബെറ്റർ വേർഷൻ ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ഇവിടെ യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട്, പരീക്ഷിക്കുന്നതായിട്ട് ഓക്കെ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എ ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് പേർക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കുറച്ച് പേർക്ക് അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാകാം. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നൽകിയിട്ടുണ്ടാകാം, അത് ചിലപ്പോൾ തിരിച്ച് ലഭിക്കാതെ പോകുന്നതായിരിക്കാം. ആ ഒരു കോൺഫ്ലിക്റ്റിൽ കൂടെ കുറച്ച് പേര് പോകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് നിങ്ങളുടെ എനർജി ഓവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഹെൽത്തി ബൗണ്ടറി ഇല്ലെങ്കിൽ, അതിർവരമ്പ് ഹെൽത്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഡെയിലി റുട്ടീൻ ആയിരിക്കാം, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവിടെയെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്.
ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വെർഗോയുടെ എനർജി വന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ മണി അല്ലെങ്കിൽ വാല്യൂ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ആ ഒരു എനർജി കുറച്ച് പേരെ ഈ ഒരു സമയത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടാകില്ല, പക്ഷേ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട്, നിങ്ങളെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിർത്തുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജീസും ഈ ഒരു വീക്ക് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ ആ ഒരു റുട്ടീൻ, അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതെല്ലാം കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് വരുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കില്ല. അഗെയിൻ ആ ഒരു ഹെൽത്തി ബൗണ്ടറിയാണ്. അതിൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഫാമിലി കാര്യങ്ങൾ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ഓഫ്, എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത എനർജീസ് ഈ ഒരു സമയത്ത് ഒരു ഹീലിങ്ങിലോട്ട് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ്ങിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ് ചിലപ്പോൾ കട്ട് ഓഫ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാകാം. ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് ഫാമിലി ബിസിനസ്സിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാതെ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചിലപ്പോൾ നിങ്ങൾ അവിടെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർ ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പോസിറ്റീവ് സൈഡിലോട്ട് വരാം. പോസിറ്റീവ് സൈഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആണെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എഗെയിൻ ഇത് നിങ്ങളുടെ വെർഗോയുടെ എനർജി വന്നിട്ട് എഗെയിൻ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മണി, അസറ്റ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വാല്യൂ നിങ്ങളിവിടെ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ എനർജി ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത് ഇവിടെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ന്യൂ സൈക്കിൾ ഈ ഒരു സമയത്ത് ബിഗിൻ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലവ് റൊമാൻസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കാം. ഓക്കെ, അവിടെ ഒരു ന്യൂ ബിഗിനിങ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്താനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഇത് വന്നിട്ട് കമ്മിങ് മന്ത്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത്, അവിടെ ഒരു പുരോഗതി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്ലോക്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ടാകാം. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിലോട്ട്. കുറച്ച് പേര് ഇവിടെ വന്നിട്ട് ഡിപ്ലോമസി, അതായത് ഒരു ബാലൻസിൻ്റെ എനർജി ചൂസ് ചെയ്യുന്നതാണ് മുന്നോട്ട് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേര് ഇവിടെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മണി, ഫിനാൻസായിട്ട് ഒത്തിരി മണി ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫാമിലി ആയിട്ടുള്ള ഡൈനാമിക്സിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഒത്തിരി റെക്കഗ്നിഷൻ, ഒത്തിരി നെയിം, ഫെയിം, ആ ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങളൊരു കമ്പാഷൻ്റെ എനർജി, സ്നേഹത്തിൻ്റെ എനർജിയിലോട്ട് ഈ ഒരു ടൈമിൽ വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒത്തിരി സ്നേഹം നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുക. നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, നിങ്ങളുടെ വെർത്ത്, വാല്യൂസ്, അതിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഇൻറ്റൻഷൻസ്, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിലെല്ലാം കുറച്ചും കൂടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നതാണ്.
ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് പേര് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജി, അതായത് അറ്റാച്ച്മെൻറ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക്, അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളോടും നമ്മൾ ഓവർ എനർജി കൊടുക്കുന്നതാണ് ഒരു അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ആ ഒരു എനർജിയിലോട്ട് പോകാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ വ്യൂ, ഒരു ഹയർ പെർസ്പെക്റ്റീവ്, അതിൽ നിന്നെല്ലാം തിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പവർ സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡോമിനേറ്റിംഗ് എനർജി, കൺട്രോളിങ് എനർജി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലോയിൽ, ഒരു നാച്ചുറൽ ഫ്ലോയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് കിങ് ഓഫ് ഇമോഷൻസ് ആണ്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ. ആ ഒരു ന്യൂ സൈക്കിൾ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ മെച്യൂരിറ്റി, പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി ട്രിഗേഴ്സിൽ പോയിട്ടുണ്ടായെങ്കിൽ ഈ ഒരു സമയത്ത് ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി, ഡിപ്ലോമസിയോടുകൂടി കാര്യങ്ങളെ നിങ്ങൾ വീക്ഷിക്കാനായിട്ട്, ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു സൈക്കിളിലോട്ട് നിങ്ങൾ വരുന്നതായിട്ട്, കമ്മിങ് മന്ത്സിൽ നിങ്ങൾ ആ ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം ഇവിടെ നടക്കുന്നുണ്ടാക്കുക. The Fool, Knight of Materials. കുറച്ച് പേർക്ക് അഗെയിൻ മണി, ഫിനാൻസ്, വാല്യൂ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ. അവിടെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ്, ചാലഞ്ചസ് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നേരിടേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ. കുറച്ച് പേർക്ക് എഗെയിൻ ഇവിടെ ഒരു ഡിവിഷൻ്റെ എനർജി, ഒരു സെപ്പറേഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓവർ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചൊന്ന് നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് മാറി നിന്ന് ചിന്തിക്കാനായിട്ട്, ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേര് പുതിയ റോളിലോട്ട് ഉയരാനായിട്ടും നിങ്ങളെ ഈ ഒരു എനർജി ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിട്ടിട്ട് പുതിയതായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ആ ഒരു എനർജി ട്രിഗറും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നയൻ ഓഫ് മെറ്റീരിയൽസ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ഒത്തിരി വിഷ് ഫുൾഫിൽമെൻറ്റ് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി മെറ്റീരിയൽ അബണ്ടൻസ്. ഓക്കെ. ഒത്തിരി കാര്യങ്ങൾ മേടിക്കാനായിട്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. എംപറർ, പവറാണ്, സ്ട്രെങ്ത് ആണ്. കുറച്ചും കൂടെ നിങ്ങളുടെ പവറിൽ വിശ്വസിക്കാനായിട്ട്, നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കാനായിട്ട് ഈ ഒരു എക്ലിപ്സിൻ്റെ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട്, അത് നിങ്ങളെ കൂടുതൽ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. 3 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ മേഖലകൾ, പുതിയൊരു എനർജി ഷിഫ്റ്റിലോട്ട് ഈ ഒരു സമയത്ത് കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. കുറച്ച് പേർക്ക് ഈ എംപറർ വന്നിട്ട് അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പവർ സ്ട്രഗിൾ, എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, എനർജി എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ മറികടക്കാനായിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ ഒരു പോർട്ടലിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. താങ്ക് യു.
ലീപ്പ്, യു ഗോ ഫസ്റ്റ്, ദ യൂണിവേഴ്സ് വിൽ ക്യാച്ച് യു. ഇവിടെ വന്നിട്ട് ഒരു ഇനിഷ്യേഷൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. എഗെയിൻ ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറുന്നതായിട്ട്, പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജി എടുക്കുന്നതാണ്. അതായത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു സമയത്ത് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. പാസ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജി അത് നിങ്ങൾ എടുക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ, ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദ ക്രംപ്ലിംഗ്, വാട്ട് ആർ യു ക്ലിങ്ങിങ് ഓൺ ടു? ഇവിടെ വന്നിട്ട് നിങ്ങളൊരു, നേരത്തെ ഞാൻ 3 ഓഫ് വോൺസിൻ്റെ എനർജിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പുതിയ ഒരു എനർജി ഷിഫ്റ്റിലോട്ട് കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓൾഡ് എനർജി, ആ ഒരു പഴയ വേർഷൻ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ഒരു വേർഷനിലോട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി മാറുന്നതായിരിക്കാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊരു ചേഞ്ച് ആയിരിക്കാം, നിങ്ങളുടെ ജോബിലൊരു ഷിഫ്റ്റ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ലോകം. അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. പാസ്റ്റിലെ പല എനർജീസും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ വൈബ്രേഷൻ കൂടുന്നതായിട്ടും നിങ്ങൾ ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല്യൂഷൻസ്, മായ, അതെല്ലാം തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചിട്ട്, നിങ്ങളുടെ ഡെസ്റ്റിനിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ബാക്കിൽ വന്നിട്ട് ഡബിൾ മിഷൻ, ചാനലിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ഹ്യൂമാനിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ മിഷൻ. ചിലപ്പോൾ 2 മിഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ 2 അവസരങ്ങൾ ഉണ്ടാകാം, ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാം. ചിലപ്പോൾ 2 ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ആകാം. ഒത്തിരി പോസിറ്റീവ് എനർജിയിലോട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏത് എനർജി ചൂസ് ചെയ്യണം എന്ന് നോക്കുക. ഏത് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഒരു എക്ലിപ്സിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുതരും നോക്കുക. സോറി, ഒരു മിനിറ്റ്, കാർഡ്സ് താഴെ പോയി. നമുക്ക് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 2. Ten of Swords, endings. നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി എൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 2 ഓഫ് വോൺസിൻ്റെ എനർജി, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. വിഷണറിയുടെ എനർജിയാണ്. കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ലൈഫിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ് നൽകുന്ന ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, ഒരു റിഫ്ലക്ഷൻ നടത്തുന്നത്, പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങൾ, വ്യക്തതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് കണ്ടംപ്ലേഷൻ നടത്തുന്നത്, അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇന്നർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സൈഡ് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ എക്ലിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ബർത്ത് ഡേറ്റ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളുടെ തീയതികൾ വന്നിട്ട് 3, 17, 11, 15, 19, 23, 27, 31. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ അതല്ല നിങ്ങൾ നമ്പർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്തതെങ്കിൽ അത് പായൽ നമ്പർ 3 ആണ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. Pile number 3. Nothing will come out of the situation. Void, of course, moon aana. Time to give rather than take. Win-win outcome is forecast. Energy is gaining momentum. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ന്യൂ മൂൺ ഇൻ ജെമിനായി ആണ് വന്നേക്കുന്നത്. ബാക്കിൽ വന്നിട്ട് എക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ച്. ന്യൂ മൂൺ ഇൻ എക്ലിപ്സ് ആണ് വന്നേക്കുന്നത്. ന്യൂ മൂൺ എക്ലിപ്സ് ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു എക്ലിപ്സ് ടൈം. ഓക്കെ, കുറച്ച് പേർക്ക് ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും അഡ്വൈസ് കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ഗൈഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജി ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് ലഭിക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ കംഫർട്ടബിൾ അല്ലാത്ത എനർജീസിൽ കൂടെ കുറച്ച് പേർക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു എക്ലിപ്സ് ടൈം മെയിനായിട്ട് വന്നിട്ട് പ്യൂരിഫിക്കേഷൻ്റെ എനർജിയാണ്. നമ്മളുടെ ആ ഒരു ഇല്യൂഷൻ കളഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി കൊണ്ടുതരുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം വന്നിട്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കുക. ആ എനർജീസൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ക്ലാരിറ്റിയാണ് ആ ഒരു സംഭവം എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്, അതിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വിഷൻസ് എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അത് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ വിൻ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ് വന്നിട്ട് ലിബ്രയുടെ എനർജിയാണ്, ബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലെ ബാലൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഇവിടെ ഒരു പെർസീവറൻസിൻ്റെ എനർജി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ കുറച്ചും കൂടെ പരിശ്രമിക്കാനായിട്ടുള്ള എനർജി, അത് നിങ്ങൾ എന്താ പറയുക ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് കൾച്ചറൽ അല്ലെങ്കിൽ അന്യദേശത്ത് വിദേശത്ത് ഓക്കെ അങ്ങനത്തെ ഡിഫറെൻറ്റ് കൾച്ചറായിട്ട് ഡിഫറെൻറ്റ് ആൾക്കാരായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ കുറച്ചും കൂടെ പഠിക്കാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അതും ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വർക്ക് ആകുന്നത്, ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഈ ഒരു സമയത്ത് ഇവിടെ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ലവ് കമ്പാഷൻ്റെ എനർജിയാണ്. എല്ലാവർക്കും ഒരു അവസരം, എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ്. ഓക്കെ, അതിൽ കുറച്ച് പേരോട് ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കൈൻഡ്നെസ്സിൻ്റെ എനർജി, സ്നേഹത്തിൻ്റെ എനർജി, ആരാണ് ജയിക്കുന്നത് ആരാണ് തോൽക്കുന്നത് അതിനേക്കാൾ ഉപരി നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അതിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുന്നതും അതിന് കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഓക്കെ, വാല്യൂ, മൂല്യം, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡീലിങ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് കരുതുന്നത്, നിങ്ങളുടെ വാല്യൂ, ഓക്കെ, മൂല്യം,
അത് വിട്ടിട്ട് നിങ്ങളൊരു ഡിസിഷനും എടുക്കാതിരിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അതും നിങ്ങളിവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഈ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ്, ഡെയിലി ചെയ്യുന്ന റുട്ടീന്, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വ്യക്തത വരുത്തുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഹെൽത്തി ബൗണ്ടറിയാണ്. അതും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് സൈഡിലോട്ട് കിടക്കാം. നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും സംഭവിച്ചില്ല. അങ്ങനെ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എഗെയിൻ നിങ്ങൾ വിഷൻ ബോർഡ് പണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡ്രീംസ് ആയിക്കോട്ടെ, പക്ഷേ അതിന് ആക്ഷൻസ് എടുക്കാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ പാസ്റ്റിൽ നിങ്ങൾ മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോവൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് നിങ്ങൾക്കത് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട്, നിങ്ങൾ പാസ്റ്റിൽ എടുക്കാതിരുന്ന ആക്ഷൻസ്, പാസ്റ്റിൽ നിങ്ങളുടെ ഐഡിയാസ്, അതെല്ലാം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇനി വരുന്ന മന്ത്സിൽ കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാസ്റ്റിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് പേര് ആക്ഷൻസ് എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ബേബി സ്റ്റെപ്സ് ആണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ല, ഒന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്, പകുതിക്ക് വെച്ച് വിട്ടുപോകും, ഒന്നും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ എനർജീസിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ബേബി സ്റ്റെപ്സ് എടുത്ത് വയ്ക്കാനായിട്ട്. ഓക്കെ, ക്യാമലിൻ്റെ എനർജി, ഒട്ടകത്തിൻ്റെ എനർജി. ഒട്ടകം വന്നിട്ട് മരുഭൂമിയിൽ വന്നിട്ട് എന്താ പറയുക, ഒത്തിരി ദൂരം വെള്ളമില്ലാതെ ഒത്തിരി ഹാർഡ്ഷിപ്പിൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തിട്ട് കുറച്ചും കൂടെ പെർസീവിയറൻസോടുകൂടി ചെറിയ ചെറിയ ചുവടുവെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. അത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ഫിലിം ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തത്. പൃഥ്വിരാജിൻ്റെ ഒരു പുതിയ മൂവി ആടുജീവിതം. ഓക്കെ, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു ഊർജം, ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി ഷിഫ്റ്റിലോട്ട് കുറച്ച് പേര് കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി വരുന്ന ടൈം പീരീഡിൽ, ഇനി വരുന്ന മന്ത്സിൽ. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാതെ മാറിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട്, ക്ലാരിറ്റി വരുത്താനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെ ആ ഒരു സൈക്കിൾ കുറച്ച് പേര് എൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ട്രാവൽ പ്ലാൻസ് ആയിരിക്കാം. ഒത്തിരി നാളായിട്ട് ട്രാവൽ ചെയ്യണം, ഒത്തിരി നാളായിട്ട് സഞ്ചരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്, കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള മന്ത്സിൽ നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളായിരിക്കാം, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഓക്കെ, അതെല്ലാം കുറച്ച് പേര് പുറത്തെടുക്കാനായിട്ട് എനർജീസ് ഗെയിനിങ് മൊമെൻറ്റം വന്നിട്ട് അവിടെ കുറച്ചും കൂടെ ഒരു സ്പീഡ് കൊണ്ടുവരാനായിട്ട്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, അതിനെല്ലാം കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേര് ഫൺ എനർജി, ക്രിയേറ്റീവ് എനർജി, ഹാപ്പിനെസ് കിട്ടുന്ന എനർജി, കുട്ടികളുടെ എനർജി, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രബിൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട്, അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, ഗുഡ് കർമ്മ, അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കാനായിട്ട്, അതിൻ്റെ ഫ്രൂട്ട്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു.
കുറച്ച് പേര് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ, ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി ഗ്രോത്ത് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കംപ്ലീഷൻ, എന്തെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ടൈം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുതിയ പ്രൊജക്ട്സിലോട്ട് തിരഞ്ഞെടുക്കാനായിട്ട്, അതായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര, അതായത് ആ ഒരു എനർജി കുറച്ച് വീക്കായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റിൽ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് വിഷമം വരിക, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നതെന്ന്, പെട്ടെന്നൊരു കോൺഫിഡൻസിൻ്റെ കുറവ്, അതിലെല്ലാം കുറച്ചൊരു മാറ്റം വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഈ ഒരു സമയത്ത്, ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, അതിനോട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഇനി വരുന്ന ടൈം നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. Knight of Materials, Queen of Emotions, Seven of Pentacles, Eight of Materials, Knight of Swords. ബാക്കിൽ വന്നിട്ട് Nine of Inspiration. എഗെയിൻ ഇവിടെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് IT ഫീൽഡായിരിക്കാം, ക്രിയേറ്റീവ് ഫീൽഡായിരിക്കാം, നിങ്ങളുടെ ടെലിപ്പതി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒത്തിരി കണക്ഷൻ, ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജി. ചിലപ്പോൾ ഇൻ്റർനാഷണൽ ട്രാവലായിരിക്കാം, ഇൻ്റർനാഷണൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് പേർക്ക് റിസീവ് ആകുന്നുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ ഫിനാൻസ് അല്ലെങ്കിൽ ജോബ്, പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഡിവൈൻ ടൈം നടക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ടൈമിൽ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിൽ വരുന്നതാണ്. ആ സമയം നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. കുറച്ച് പേര് ഓവർ പ്രൊട്ടക്റ്റീവ് എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത്, ഓവറായിട്ട് നിങ്ങളെ പാമ്പർ ചെയ്ത് നിർത്തുന്ന എനർജി, അത് കുറച്ച് പേരുടെ ലൈഫിൽ ഈ ഒരു ഇനി വരുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു ബാലൻസിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നിങ്ങളെ കേപ്പബിൾ ആക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നൈറ്റ് ഓഫ് സോഡ്സിലും കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്, ട്രാവലിൻ്റെ എനർജിയാണ്. ഓക്കെ, അതിൻ്റെ ഒരു ബ്ലെസ്സിങ്, അതിൻ്റെ ഒരു പൂർത്തീകരണം, അതൊക്കെ ആ ഒരു സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എയ്റ്റ് ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ, എല്ലാ ഹാൻഡും ഇവിടെ ഫില്ലായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ബിസി പീരീഡിലോട്ട് കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി വരുന്ന ടൈമിൽ. കുറച്ച് പേർക്ക് ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തു, ഒത്തിരി ടയേർഡായിട്ടുണ്ടെങ്കിൽ അത് ആ സൈക്കിൾ ക്ലോസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ എനർജിയിലോട്ട് നിങ്ങൾ കടക്കാനായിട്ട് ഈ ഒരു സമയം ചൂസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂർവ്വ പുണ്യം, നിങ്ങൾ നേരത്തെ ചെയ്ത ആ വർക്കിൻ്റെ ആ ഒരു ഫ്രൂട്ട് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നിങ്ങൾ എടുക്കുന്നുണ്ടാക്കാം. ഓക്കെ, അത് എൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഈ ഒരു പെൺകുട്ടി റോസ് സ്മെൽ ചെയ്യാനായിട്ട്, ഓരോ ചെറിയ ചെറിയ മൂമെൻറ്റ്സും ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ്. ആ ഒരു ഫേസിലോട്ട് കിടക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ന്യൂ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ബിഗിൻ ചെയ്യുന്നുണ്ടാകാം. ഇത് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി നാളായിട്ട്, അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പാസ്റ്റിലെ നിങ്ങൾ ചെയ്ത എഫേർട്ടാണ്, കാര്യങ്ങളാണ്, അത് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. നൈറ്റ് ഓഫ് മെറ്റീരിയൽസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം, അത് കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ആർക്കാണ് കൊടുക്കുന്നത്, അതിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അതിലെല്ലാം ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്യൂൻ ഓഫ് ഇമോഷൻസ് വന്നിട്ട്
എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കമ്പാഷൻ കൊണ്ടുവരാനായിട്ട്, കമ്മ്യൂണിറ്റി, നിങ്ങളുടെ സൊസൈറ്റി, അവിടെയെല്ലാം ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ ഒരു രണ്ട് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുന്നുണ്ടാകാം. അതൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ചേഞ്ചസ് പലപ്പോഴും അത്ര കംഫർട്ടബിൾ ആകത്തില്ല. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നോക്കാം. ഈ ഒരു പോർട്ടൽ എന്ത് മാനിഫെസ്റ്റേഷൻ, എന്ത് ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം. താങ്ക് യു. ഇൻ ഡ്രാമ, വേർ ആർ യു ബീങ് കോൾഡ് ടു ജേർണി ടു? കുറച്ച് പേർക്ക് ഇത് അഗെയിൻ ട്രാവൽ, ജേർണിയുടെ എനർജിയാണ്. കുറച്ച് പേര് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്ലോക്സ് കുറച്ച് പേർക്ക് ഇവിടെ റിമൂവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ടും, കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ സോളായിട്ട് കുറച്ച് പേർക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് സോൾ പർപ്പസ് ആണ്. നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു പാത്തിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്നർ ടെമ്പിൾ, ഡിവോഷൻ, ട്യൂൺ ഇൻ ടു ദ പോർട്ടൽ ഓഫ് യുവർ ഹാർട്ട്. ഇവിടെ ഹാർട്ട് സ്പേസ് ഹീലിംഗ്, കുറച്ചുകൂടെ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അഗെയിൻ ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർ, ഡാൻസേഴ്സ്, മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവർ, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ടാലൻസ് പുറത്തെടുക്കാനായിട്ട്, ഓക്കെ, അതെല്ലാം പുറത്തോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പോർട്ടൽ, ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പുതിയ ക്രിയേഷൻസ് ആയിരിക്കാം, പുതിയ പ്രൊജക്ട്സ് ആയിരിക്കാം. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റെക്കഗ്നിഷൻ, അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, അതെല്ലാം ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു എക്ലിപ്സ് ടൈമിൽ ഏത് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടും നോക്കാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇത് വന്നിട്ട് ഒരു വിന്നിങ് മൈൻഡ് സെറ്റാണ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്, പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓക്കെ, ആ ഒരു എനർജി ചൂസ് ചെയ്യുക. എഗെയിൻ ട്രാവൽ ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ്. അഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വൂൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അഗെയിൻ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് കുറച്ചും കൂടെ ആലോചിച്ചെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങൾ എന്തെങ്കിലും ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെൻസ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡൊണേഷൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അതൊന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത് നിങ്ങളെ ഇവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ആക്ഷൻസ് എടുക്കുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ വേർഡ്സ്, അതെല്ലാം കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും, ഓക്കെ, അഗ്രഷൻ്റെ എനർജി, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 4, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ എക്ലിപ്സ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് 4, 8, 12, 16, 20, 24, 28. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടല്ല ചൂസ് ചെയ്തെങ്കിൽ ഇത് പായൽ നമ്പർ 4 ആണ്. നമുക്ക് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 4. താങ്ക് യു. പായൽ നമ്പർ 4. താങ്ക് യു.
Your dreams need a practical plan. Full moon in Taurus. Be bold and make the first move. Cardinal moon. Take time to breathe out. Disseminating moon. Step out of your comfort zone. North node. You and your loved ones are safe. New moon in Cancer. Okay. ബാക്കിൽ വന്നിട്ട് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ന്യൂ മൂൺ ഇൻ ലിബ്രയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ബാലൻസ് ഒരു ന്യൂ ഫേസിലോട്ട് കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ന്യൂ റൊമാൻറ്റിക് സൈക്കിള്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. സ്പിരിച്വലായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരാനായിട്ട് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ട് വരുന്ന മാസങ്ങളിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഇത് എഗെയിൻ വന്നിട്ട് കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ആക്ഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻ വരിക, ചിന്തിക്കാൻ ടൈം കിട്ടാതെ വരിക, കുറച്ച് പേർക്ക് പെട്ടെന്ന് വിഷമം വരിക, കോൺഫിഡൻസ് ഇല്ലാതെ വരിക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. ആ ട്രിഗേഴ്സ് മെയിനായിട്ട് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലാതിരിക്കുന്നത് അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എവിടെ പ്രയോറിറ്റി കൊടുക്കണം, എന്തിന് മുൻഗണന കൊടുക്കണം, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഏരിയയിൽ കുറച്ച് പേർക്ക് പ്യൂരിഫിക്കേഷൻ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എഗെയിൻ റൊമാൻസ്, ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അതിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ഡിഫിക്കൽട്ടി ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് വന്നിട്ട് നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ വന്നിട്ട് ഒത്തിരി ടെൻഷൻ, ഒത്തിരി ആങ്സൈറ്റി. കുറച്ച് പേർക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യണ സമയത്ത് റാഷ് ഡ്രൈവിംഗ് ഒഴിവാക്കാനായിട്ട്, വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ബാലൻസ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിലായിരിക്കാം, നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതിയിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ടൊരു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ തിരിച്ച് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടാകാം. ആ ഒരു ചക്രത്തിൽ നിന്നിട്ട്, ആ ഒരു സൈക്കിളിൽ നിന്നിട്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കാം പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പൈറലായിട്ടുള്ള എനർജി, ആ ഒരു ചാലഞ്ചിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതി, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജി, അതെല്ലാം കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ കാഴ്ചപ്പാടുകളിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സമയമെടുക്കുക. പെട്ടെന്ന് ധൃതിപ്പെട്ടിട്ട് ഓരോ ഡെസിഷൻ എടുക്കാതിരിക്കുക. ആലോചിച്ച് എല്ലാത്തിനും ടൈം ആൻഡ് സ്പേസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ ഒരു സ്പേസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു എനർജിയും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട്, അതിൽ കണ്ടിന്യൂസ് നിങ്ങളുടെ എഫേർട്ട് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. പെട്ടെന്ന് ടയർഡായി പോകുന്നുണ്ടാകാം, പെട്ടെന്ന് അതിൽ നിന്ന് ബോർഡം, പെട്ടെന്ന് അതിനോട് താല്പര്യമില്ലാതെ വരിക. ആ ഒരു എനർജീസും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്തൊരു ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബി സ്റ്റെപ്സ് എടുത്തു വെച്ചിട്ട്, ചെറിയ ആക്ഷൻസ് എടുത്തു വെച്ചിട്ട് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ന്യൂ മൂൺ ഇൻ ക്യാൻസർ വന്നിട്ട്, ക്യാൻസറിൻ്റെ എനർജി വന്നിട്ട് ഹോം, ഫാമിലി, വീട്, ആൻസസ്ട്രി. കുറച്ച് പേർക്ക് ഇത് ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിൽ വരുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം.
ആ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു സമയത്ത് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റുട്ടീനിൽ നിന്നിട്ട് കുറച്ചുകൂടെ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, പുതിയ ആ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ഫാമിലി ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഗെയിൻ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ, എന്തെങ്കിലും സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് പുറത്ത് കടന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ നോർത്ത് നോഡ്, നിങ്ങളുടെ ഡെസ്റ്റിനി, അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹോം, റിലേഷൻഷിപ്പ്, ഫാമിലി, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സൈക്കിൾസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കംപ്ലീഷൻ, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ ജേർണിക്ക് വേണ്ടിയിട്ട്, ഒരു പുതിയ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ ഫുൾ മൂൺ ഇൻ ടോറസ് വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ പ്രായോഗികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം, ഒത്തിരി പോസിറ്റീവായിട്ട് മാറ്റാം, അതിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ സൈക്കിള് നിങ്ങൾ ബിഗിൻ ചെയ്യുന്നതാണ്. ഇനി വരുന്ന മാസങ്ങളിൽ ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ റുട്ടീൻ, ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഡെയിലി ലൈഫ്, കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഹെൽത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, അവിടെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിലെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണം, ഡ്രീം അച്ചീവ് ചെയ്യണം, പക്ഷേ അതിന് നിങ്ങൾക്ക് പാസ്റ്റിൽ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ കുറച്ചൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട്, കുറച്ചുകൂടെ അച്ചടക്കം, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കുക, അതിലെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ഈ ഒരു ന്യൂ സൈക്കിളിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസ്റ്റിലെ ആ ഒരു എനർജി എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഓക്കെ ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ആ ഒരു ന്യൂ സൈക്കിളിൽ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് റോൾ ചേഞ്ചാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റോള്, ആ ഒരു ഉത്തരവാദിത്വം, അത് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, പുതിയൊരു റോളിലോട്ട് നിങ്ങൾ മാറുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ വീട്ടിലായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക് സ്പേസിലായിരിക്കാം. കുറച്ച് പാസ്റ്റിൽ നിങ്ങൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സൈക്കിളിൽ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. കുറച്ചും കൂടെ ടോറസിൻ്റെ എനർജി വന്നിട്ട് എക്സ്പെൻസ് ആയിട്ട്, നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയുമാകാം. അവിടെ നിങ്ങൾക്ക് ഓവറായിട്ട് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ ഒത്തിരി പ്രാരാബ്ദം, അങ്ങനത്തെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സൈക്കിളിൽ പഠിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെ എൻ്റെ മണി എങ്ങനെ ചിലവഴിക്കാം, എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഡൊണേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ട്രാവൽ പ്ലാൻസ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, അതിലെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ഈ ഒരു സൈക്കിളിൽ ശ്രദ്ധിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിൽ, നിങ്ങളുടെ ആ പഴയ ആ ഒരു രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഈ ഒരു ന്യൂ സൈക്കിളിൽ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് കോമ്പൻസേഷൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസായിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അവിടെയും ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ബി ബോൾഡിൻ്റെ എനർജി വന്നിട്ട് ചിലപ്പോൾ ഇത് കുറച്ച് പേർക്ക് കൺട്രോൾ ഇഷ്യൂസ് ആയിരിക്കാം, അധികാരം, ആ ഒരു എനർജി അവിടെയും കുറച്ച് ട്രിഗർ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. ചിലപ്പോൾ അത് കുറച്ചൊന്നൊരു നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജീസും ഇവിടെ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒരു പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ വെൽത്ത് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ന്യൂ സൈക്കിളിൽ ഇനി വരുന്ന മന്ത്സിൽ നിങ്ങൾ പഠിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സൈക്കിൾസ്, എന്തെങ്കിലും ഇൻസിഡൻസ്, ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ പ്യൂരിഫിക്കേഷൻ എനർജി ഈ ഒരു എക്ലിപ്സ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് ക്ലാരിഫിക്കേഷൻ എടുക്കാം. താങ്ക് യു. പയൽ നമ്പർ 4. താങ്ക് യു. താങ്ക് യു. ഇവിടെ വന്നിട്ട് 8 ഓഫ് കപ്സിൻ്റെ എനർജി, ദ വേൾഡ്, കംപ്ലീഷൻ്റെ എനർജി, പേജ് ഓഫ് കപ്സ്. കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട്, നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ വേർഡ്സ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ആലോചിച്ച് നിങ്ങൾ പറയണ സമയത്ത് നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് 2 പേരുടെയും, ഇപ്പോൾ 2 പേര് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ 2 സൈഡ്, 2 പേരുടെയും പെർസ്പെക്റ്റീവ് നിങ്ങൾ കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വേൾഡിൽ വന്നിട്ട് എനിക്ക് അഗെയിൻ ഇവിടെ ലയൺ സ്പിരിറ്റിൻ്റെ എനർജിയാണ്, ലിയോ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഹയർ അതോറിറ്റി, ഉയർന്ന തലത്തിൽ ആ ഒരു പവറിലിരിക്കുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ പവറുള്ള ഒരു വ്യക്തി. ഓക്കെ, അവരുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 ഓഫ് സോഡ്സ്, എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ്, നിങ്ങളുടെ ഫാമിലി, ഹോം, ലൗഡ് വൺസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ പാസ്റ്റിലുണ്ടായിരിക്കുന്ന ഇൻസിഡൻസ് നിങ്ങളെ കുറച്ചും കൂടെ സ്പിരിച്വലാക്കി മാറ്റിയിട്ടുണ്ടാകാം, കുറച്ചും കൂടെ സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ചേഞ്ചസ്, ഈ കാര്യങ്ങളെല്ലാം കുറച്ച് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകില്ല. ഒത്തിരി ടെൻഷൻസ്, ഒത്തിരി പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം നിങ്ങളെ ഒരു ബെറ്റർ വേർഷൻ ആക്കാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഹിപ്പ്, എന്തെങ്കിലുമൊക്കെ സർജറി, എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടി വരുന്ന സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്, പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ സ്പിരിച്വൽ ടീം ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൗഡ് വൺസിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അവിടെയും ഒരു റിക്കവറി എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു എനർജിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കാവുന്നത് എന്താണ് എൻ്റെ ലൈഫിൽ വർക്കാവാത്തത്, അത് മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതാണ് ഇനി മുന്നോട്ട് വരുന്ന നിങ്ങളുടെ ന്യൂ സൈക്കിളിൽ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാമിലി ബിസിനസ്സിൽ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വർക്കാവുന്നില്ലെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, വർക്കാവാത്ത റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ്, അതെല്ലാം നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നതായിട്ടും എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഇനി മുന്നോട്ട് വരുന്ന സമയത്താണ്. ഇവിടെ വന്നിട്ട് ബാക്കിൽ 7 ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഒത്തിരി എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ റെഡി ആകാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വർക്ക് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യലി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചാലഞ്ചസ് വരുന്നുണ്ടാകാം.
ആ സമയത്തെല്ലാം എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, സത്യം, നീതി, ഓക്കെ, അതിൽ നിന്നിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ട്രൂത്ത്, സത്യം എന്താണോ അതിന് വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ മുന്നോട്ട് പോണ സമയത്ത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് നോക്കാം. എന്ത് മാനിഫെസ്റ്റേഷനാണ് വരുന്നത്, ഈ പോർട്ടൽ എന്ത് ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം. താങ്ക് യു. Keepers of the earth, you are not alone. Ancient ancestors stand beside you. നിങ്ങൾക്കിവിടെ അസിസ്റ്റൻസ്, ഹെൽപ്പ് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നിട്ട്, നിങ്ങളുടെ പൂർവികരിൽ നിന്നിട്ട്, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോം, ഫാമിലി, ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ നിന്നിട്ടായിരിക്കാം. അവരിൽ നിന്നിട്ടുള്ള ഹെൽപ്പ്, സപ്പോർട്ട്, ഒരു പ്രൊട്ടക്ഷൻ, അതെല്ലാം ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫാമിലി ലൈഫിലും ഒരു ഹീലിംഗ്, ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബർത്തിങ് എ ന്യൂ ഏജ്, ബർത്തിങ് ന്യൂ ക്രിയേഷൻസ്, ഡ്രീമിങ് എ ന്യൂ വേൾഡ് ഇൻ ടു ബീയിങ്. ഇത് വന്നിട്ട് പാസ്റ്റിലെ കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് കിടക്കുന്ന എനർജിയാണ്. കുറച്ച് പേർക്ക് പുതിയ ക്രിയേഷൻസ്, പുതിയ പ്രൊജക്ട്സ്, ഓക്കെ, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. പണ്ട് നിങ്ങൾ ഡ്രീം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും എഫേർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഡിസിഷൻ പിന്നത്തോട്ട് മാറ്റിവെക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം. ചിലപ്പോൾ അത് പോസ്റ്റ്പോണ്ട് ചെയ്യുന്നുണ്ടാകാം, വേണ്ടെന്ന് വെക്കുന്നുണ്ടാകാം കുറച്ച് പേര്. ഓക്കെ, അതും നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് റിസൾട്ട്സ് നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു സമയത്ത് ഏത് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു എക്ലിപ്സ് ടൈം കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറ്റാം നോക്കാം. ഫയൽ നമ്പർ 4. മജിഷ്യൻ്റെ എനർജി, ഓക്കെ, ഇവിടെ ഇൻഫിനിറ്റിയുടെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് പറയുന്നത് ചാലഞ്ച് വരണ സമയത്ത്, ചാലഞ്ചിങ് സിറ്റുവേഷൻ വരണ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ, നിങ്ങൾ നേടിയ വിസ്ഡം, ഇതുവരെ നേടിയ അറിവ്, അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ മാനിപ്പുലേറ്റീവ് എനർജിയിലോട്ട് പോകാതിരിക്കുക. നിങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെയും മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സത്യം, നീതി, ഓക്കെ, ആ എനർജിയിലിരിക്കുന്നത് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ സമാധാനം, പോസിറ്റിവിറ്റി നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ നോക്കാം. താങ്ക് യു. ഫോർ ഓഫ് വോൺസിൻ്റെ എനർജി, നിങ്ങളുടെ ഫാമിലി, ഹോമിന് കുറച്ചും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ശാന്തി, സമാധാനം നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, നിങ്ങളുടെ ലവ്ഡ് വൺസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ക്ലട്ടേഴ്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, യൂസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡീക്ലട്ടർ കൊണ്ടുവരുന്നതും ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ എനർജി, ഓക്കെ, മേൽക്കൂരയുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് പോർഷനിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം അവിടെ ഒത്തിരി ക്ലട്ടർ ഉണ്ട്, ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിനെയും അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് എന്താ പറയുക, ഡീക്ലട്ടർ ചെയ്യാനായിട്ട്, ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക.
അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 4 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.